ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണോ അനീഷിന്റെ കാര്യം? പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷിന്റെ വലിപ്പം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലേക്ക് അനീഷ് ധൈര്യപൂർവ്വം വന്നത്. അത് മാത്രമല്ല, ഈ ജിത്തു ജോസഫിന്റെയും അപർണയുടെയും ആസിഫ് അലിയുടെയും അർജുന്റെയും ഒക്കെ മുന്നില് ആ കഥ പറയാൻ, എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം പുതുതായിട്ട് ചെയ്ത ആ ഒരു സിനിമയുടെ സ്റ്റോറി പറയാൻ അനീഷ് കാണിച്ച ഒരു തന്റേടമുണ്ട്. പേടിയുണ്ട് എന്നുള്ളത് പുറത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ബട്ട് സംസാരത്തിൽ ആ ഒരു ഇടവേള എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ആ സ്റ്റോറി കൊണ്ടുപോയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇനി ആര് വന്നാലും അനീഷിനെ പോലെ സ്റ്റോറി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒനീൽ നന്നായിട്ട് തന്നെ സംസാരിച്ചു, പക്ഷെ അഭി ഭയങ്കരമായിട്ട് കുളവാക്കി പോയി. എനിക്ക് തോന്നുന്നു അഭിക്ക് ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റോറി ടെല്ലിംഗ് കണ്ടപ്പോഴത്തേക്കും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഫണ്ണാക്കി മാറ്റിയതങ്ങ്. പക്ഷെ അനീഷിന്റെ കേസ് പറയുകയാണെങ്കിലേ, അവർ സ്റ്റോറി പ്രസന്റ് ചെയ്തത് തൊട്ട് പറയാൻ പാടില്ല. അവർ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വന്ന സമയത്ത് ജിഷനും അനീഷും ആര്യനും ജിസയിലും ഒക്കെയാണ് കൂടുതലും ആ ഒരു ഡിസ്കഷനിൽ വന്നത്. അപ്പോൾ ആ സമയത്തും അനീഷ് കറക്റ്റ് ആയിട്ട് ആ പ്രൊമോ വീഡിയോ, അതായത് അതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടിട്ട് ആ ട്രെയിലറിന്റെ അതനുസരിച്ച് കണക്ട് ചെയ്ത് പറയാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഈ ജിഷൻ ഇടയ്ക്ക് കയറി, എടാ അത് അങ്ങനെയല്ല, അങ്ങനെയല്ല ഈ ജിഷിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണമുണ്ട്, അത് അനീഷ് പറയുന്നത് കൊണ്ട് തന്നെ ജിഷൻ സെൽഫായിട്ടുള്ള അപ്പാനിയെ പോലെ ഓക്കെ, ഞാനൊക്കെ ഒരു വലിയ സീരിയൽ ആക്ടറൊക്കെയാണ്, എനിക്ക് കുറെ കൂടെ അറിയാം, ഇതിൽ എനിക്ക് കുറെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു ലെവലിൽ ജിഷിനൊക്കെ പെരുമാറിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ആര്യൻ അനീഷിന് ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആര്യൻ കറക്റ്റ് ആയിട്ട് അനീഷ് പറയുന്നത് യെസ് അങ്ങനെ തന്നെ എന്നുവെച്ചാൽ അത് ആര്യൻ ഒരു വേളയിൽ ആര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റേ ആ ഒരു റാം ബാക്ക് നടന്ന സമയത്ത് ആര്യൻ പറഞ്ഞിരുന്നു, പൊതുവേ ഞാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, ഞാൻ ഭയങ്കര ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷെ എനിക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആ വർക്കിൽ ഞാൻ ഭയങ്കരമായിട്ടും ഒതുങ്ങിയാണ് ചെയ്യാറ്, ഞാൻ അങ്ങനെ ഓവറായിട്ട് ചെയ്യത്തില്ല. അത് കറക്റ്റാണ്. ആര്യൻ എന്താണോ ചെയ്യാൻ തരുന്ന വർക്ക് അതിൽ ആള് അടിപൊളിയായിട്ട് ചെയ്യും. ആര്യന്റെ ആ ഒരു കഴിവ് അടിപൊളിയാണ്. പിന്നെ ആര്യന്റെ ഷോർട്ട് മൂവീസുകളും ഷോർട്ട് ആയിട്ടുള്ള ആഡ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആൾ ഓക്കെയാണ്, അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിന് ഇത്തരത്തിൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി എവിടെയും അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ ഒരു RJ ആയിരുന്നു. അതുപോലെ തന്നെ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അനീഷ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്റ്റോറി അവിടെ പ്രസന്റ് ചെയ്ത സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരാൾ കേട്ടിരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിരിക്കാൻ പാകത്തിന് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്ന് ആ ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും ആ ഒരു കീയുമായിട്ട് ബന്ധപ്പെട്ട് അത് തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, ഇടവേള എന്ന് കറക്റ്റ് ആയിട്ട് പറയാനുള്ള ആ ഒരു മനസ്സ്, അതുപോലെ ആ ഒരു ടൈമിങ്, ഇതൊക്കെ അനീഷിന് കിട്ടിയത് ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് ശരിക്കും പറഞ്ഞ പ്രസന്റേഷൻ അനീഷിനെ ഓൾറെഡി ഉറപ്പിച്ചു. പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്നു. ശരിക്കും മിറാഷ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ അനീഷ് തന്നു എന്ന് ജിത്തു ചേട്ടന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മൂവി ഇങ്ങനെയാണ്, അതിന്റെ പല എലമെന്റ്സും അവിടെ ഇവിടെയും തൊട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് അനീഷാണ് എന്നുള്ളതും നമുക്ക് ആ ജിത്തു ചേട്ടന്റെ ആ ഒരു സംസാരം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം അക്ബർ അവിടെ ഒരു മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിച്ചു. ആ ഒരു ഏറ്റവും നന്നായിട്ട് ചെയ്തത് അനീഷിന്റെ ടീമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അക്ബർ പറയുന്നുണ്ട്, ഞങ്ങൾ ആ സ്റ്റോറിയുമായിട്ട് കുറച്ച് അടുത്ത് നിന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് തരാഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജിത്തു ജോസഫ് അത് കംപ്ലീറ്റ്ലി അത് ക്ലിയർ ആക്കി പറയുന്നുണ്ട്. എല്ലാ എലമെന്റ്സും നോക്കുമ്പോൾ അത് അനീഷ് പറഞ്ഞ സ്റ്റോറിയാണ്. അതായത് ആ സ്റ്റോറിയിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ സ്റ്റോറിയുമായിട്ടും ഏകദേശം ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് പോയി, പക്ഷെ മൂന്നും വ്യത്യസ്തമായിട്ട് തന്നെയായിരുന്നു പറഞ്ഞത്. മൂന്നാമത്തതിന്റെ കാര്യം പക്ക കോൺഫിഡൻസ് ഇല്ല, അത് ഭയങ്കരമായിട്ട് സംസാരിച്ചത് കുളവാക്കി കളഞ്ഞു. രണ്ടാമത്തതും കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്, ശരിയാണ്. എനിക്ക് ആ ഒനീലിന്റെ പ്രസന്റേഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ സ്റ്റോറിയിൽ കൂടുതൽ ക്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതും, ഞാൻ മിറാഷ് കണ്ടിട്ടില്ല, പക്ഷെ എങ്കിലും അത് കേട്ടപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ കുറെ കൂടെ ഒരു ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതൊക്കെ അനീഷ് പറഞ്ഞ സ്റ്റോറിയാണ്. അത് മാത്രമല്ല, അനീഷ് ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയ ഒരു ബൂസ്റ്റിംഗ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് പൊതുവേ ജിത്തു ജോസഫിന്റെ മൂവിയിൽ അത് ആര്യനും കൊടുക്കുന്നുണ്ട്. ആര്യനും അക്കാര്യത്തിൽ മിടുക്കനായിട്ടുണ്ടായിരുന്നു. കാരണം പൊതുവെ ജിത്തു ചേട്ടന്റെ ഒരു സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ നമ്മളിപ്പോ ഇതാണ് വില്ലൻ എന്ന് കരുതുന്നു, പക്ഷെ അതായിരിക്കണം എന്നില്ല എന്ന് ആര്യൻ പറയുന്ന ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്. എനിക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. ഓവറോൾ എനിക്ക് ആര്യന്റെയും ആ അനീഷിന്റെയും ആ ഒരു ടീം വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഉറപ്പായിട്ടും ഈ അനീഷിന് ഒരു റൈറ്റിംഗ് സ്കിൽ ഉണ്ട്. ഓൾറെഡി നമുക്കറിയാം, അദ്ദേഹം ഒരു റൈറ്റർ ആണ്. പുറത്ത് അത്ര വലിയ ഫേമസോ റീച്ച് കിട്ടിയ ഒരാളോ അല്ല.
പക്ഷെ ഒരു സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളത് അത് ജിതു ജോസഫ് തന്നെ ജഡ്ജ് ചെയ്ത് അനീഷിന്റെ ടീമിനെ അത് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അനീഷാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി എന്ന് തോന്നുന്നു. എനിക്ക് ഇതിന്റെ കൂടെ പറയാൻ ഈ ഒരു കോണ്ടന്റിൽ പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. പലതവണ ഒരു മണ്ടനായിട്ടും ഒരു കൊച്ചുകുട്ടിയായിട്ടും ഭയങ്കര ചൈൽഡിഷ് ആയിട്ടും ഒക്കെ ആദില അനീഷിനെ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാറുണ്ട്. അത് ആദിലേക്ക് ഫണ്ണായിരിക്കും, പക്ഷെ കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്ന പലർക്കും അത് തമാശയായിട്ട് തോന്നണം എന്നില്ല. എനിക്ക് ആദിലയുടെ അത് ചിലതൊക്കെ ഇപ്പൊ സുപ്രു എന്നൊക്കെ വിളിക്കുന്നത് ഓക്കെ, സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ വിളിച്ചു പറയുന്നതിന് സുപ്രു എന്നൊരു ഇരട്ട പേര് പറഞ്ഞതിനകത്തൊന്നും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. പക്ഷെ മണ്ടനാണ്, മണ്ടൻ മരക്കഴുത എന്നൊക്കെ തിരിച്ച് ആദില ഒരു കാര്യവുമില്ല അതൊരു ഫണ്ണായിട്ട് അനീഷിനെ പറയുമ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. അത് ഫ്രണ്ട്ലി ആയിട്ട് പറയുമ്പോൾ പോലും വെറും മണ്ടൻ എന്നുള്ളൊരു രീതിയിൽ. ആസ് കമ്പയർ ടു ആദില, ഈ ഒരു കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ ഒരു ക്ലിപ്പ് തന്നെ ഇപ്പൊ വൈറലായിട്ടുണ്ട്. ഒരുപാട് പേര് ആ ഒരു സെയിം കാര്യം തന്നെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആദില മണ്ടൻ എന്ന് വിളിക്കുന്നു, ഇത്രയും ചോദ്യങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് അതൊരു മെമ്മറൈസേഷൻ പവറാണ്, അതൊരു IQ വേണം. അപ്പൊ അനീഷിന് എന്തുമാത്രം നോളജ് ഉണ്ട്, ഇതൊന്നും ആദിലയ്ക്ക് അറിയില്ല. ഇതൊക്കെ അറിയണമെന്ന് ആദിലയ്ക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ആദിലയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ ആദില അവിടെ അനീഷിനെ വളരെയധികം ഇകഴ്ത്തി ഭയങ്കര ചൊറിഞ്ഞ് പെരുമാറുന്നത് കാണുമ്പോൾ ഇവിടെ എല്ലാവരും പറയുമല്ലോ അനീഷ് ഭയങ്കര ചൊറിയനാണെന്ന്. അപ്പൊ അതിലേക്ക് ഏത് കാറ്റഗറിയിൽ വരും? അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയായാലും ശരി, മിറാഷ് എന്ന് പറഞ്ഞൊരു മൂവി, ആ മൂവി കണ്ടാൽ കൊള്ളാം, ഇത് എങ്ങനെയായിരിക്കും ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്നു. ബിഗ് ബോസ് കൊടുത്ത ടാസ്കും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് ഇവരുടെ 3 പേരുടെയും സ്റ്റോറി കേൾക്കുമ്പോൾ ഈ സ്റ്റോറിയിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളതെന്ന് മിറാഷ് കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പൊ മിറാഷിന് ഏറ്റവും നല്ലൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ബിഗ് ബോസിൽ വന്നത് തന്നെയായിരിക്കും. ഇന്നായിരിക്കും ഇത്രയും പേരും ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പേരും ചർച്ച ചെയ്യുമ്പോൾ തന്നെയായിരിക്കാം ബിഗ് ബോസിലൂടെ മിറാഷിന് നല്ലൊരു റേറ്റിംഗ് കിട്ടാൻ പോകുന്നത്. മിക്കവാറും അത് ഇതിന് ശേഷം ഇത് സംസാര വിഷയം ആകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനീഷ് ആ സ്റ്റോറി പറയുന്ന സമയത്ത് ഞാനും ആലോചിച്ചു, മറ്റേ കിഷ്കിന്ദ കാണ്ഡവും ഇതേ കോംബോയിൽ വന്നൊരു മൂവിയാണ്. ആസിഫ് അലിയുടെ ഒരു ത്രില്ലർ തന്നെയായിരുന്നു, പക്ഷെ ഇത് ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കത്തില്ല, ഇത് ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും ശരി, നമുക്ക് മിറാഷ് കാണാനൊരു തോന്നലൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷേ അനീഷ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അനീഷിന് എന്തായാലും ഒരു ചാൻസ് സിനിമയിൽ ഉണ്ടായിരിക്കും, ഒരു റൈറ്ററായിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ. കാരണം അമ്മാതിരി അടിപൊളി ഒരു മനുഷ്യനാണ് കേട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.